ടി ജി, ഈ നരേന്ദ്രമോദി, അമിത്ഷാ, മോഹൻ ഭാഗവത്, അജിത് ഡോവൽ, പിന്നെ അദാനി, അംബാനി, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇന്ത്യയെ ഒരു പത്മവ്യൂഹത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അത് ബ്രേക്ക് ചെയ്യാൻ തനിക്കേ കഴിയൂ എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. കേട്ടായിരുന്നത്? കേട്ടു. അത് പത്മവ്യൂഹമല്ല, ചക്രവ്യൂഹം എന്നാണ് അങ്ങനെ പറയുന്നത്. പിന്നെ പത്മവ്യൂഹം എന്നും പറഞ്ഞു. മോദി നെഞ്ചിൽ വെച്ചിരിക്കുന്ന താമരയുടെ രൂപത്തിൽ. ചക്രവ്യൂഹത്തിന് പത്മവ്യൂഹമെന്നും പേരുണ്ട് എന്നാണ് പറഞ്ഞത്. എനിക്കിങ്ങനെ സംശയമുണ്ട്. കാരണം പത്മവ്യൂഹത്തിൽപ്പെട്ട പാർത്ഥാത്മജൻ എന്നാണ് മഹാഭാരതത്തിലെ പ്രയോഗം. അഭിമന്യു അർജുനൻ്റെ മകനാണല്ലോ. പത്മവ്യൂഹത്തിലാണ് പാർത്ഥാത്മജൻ പെടുന്നത്, ചക്രവ്യൂഹത്തിലല്ല. രണ്ടാണ്. ബട്ട് ഒരു ഉത്തരേന്ത്യൻ കവിത പണ്ട് ഞാൻ പഠിച്ചിരുന്നു. അത് എനിക്ക് തോന്നുന്നത് അമിതാഭ് ബച്ചൻ്റെ അച്ഛൻ ഹരിവംശ് റായ് ബച്ചൻ്റെ ആണെന്ന് തോന്നുന്നു. ചക്രവ്യൂഹം എന്നാണ്. അതിൽ ചക്രവ്യൂഹത്തിൽ അഭിമന്യു പെട്ടതായിട്ടാണ് കവിതയിൽ. അതൊക്കെ നോക്കേണ്ട കാര്യമാണ്. ബട്ട് ഇതിരിക്കട്ടെ, ഇതൊരു നടക്കുന്നത് ബജറ്റ് ചർച്ചയല്ല, രാഷ്ട്രീയ പ്രസംഗമാണ് രാഹുൽ ഗാന്ധിയുടെ. അത് അങ്ങനെയുള്ള ഒരു സാമർഥ്യമാണ്. കാരണം ഇത് ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ബജറ്റിനെ പറ്റി എന്തെങ്കിലും പറയണമെങ്കിൽ അത് ബജറ്റ് പഠിക്കണം. അതിന് പകരം ബജറ്റ് പിന്നോക്ക വിരുദ്ധമാണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് വിരുദ്ധമാണ്. ബജറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ബജറ്റിൻ്റെ രഹസ്യ സ്വഭാവം നിലനിർത്തുക. എന്ത് പണ്ടാരും രഹസ്യം എന്ന് എനിക്കറിഞ്ഞു. രഹസ്യ സ്വഭാവം നിലനിർത്താനായിട്ട് ബജറ്റ് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വീട്ടിൽ പോകാൻ അനുവാദമില്ല ആ ദിവസങ്ങളിൽ. അവരവിടെ തന്നെ താമസിക്കണം. അവരുടെ ഖാന പീനയൊക്കെ അവിടെയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കി കഴിയുമ്പോഴത്തേക്ക് ഇവർ ഹൽവ ഉണ്ടാക്കണം. ഒരു കാര്യം അക്കംപ്ലിഷ് ചെയ്തു എന്നുള്ള സന്തോഷത്തിന് ഹൽവ ഉണ്ടാക്കും. ഈ ഹലുവയിൽ ഇത് നമ്മുടെ പി ചിദംബരം, പ്രണബ് മുഖർജി, ഇപ്പം നിർമ്മല സീതാരാമൻ, ഇവരൊക്കെ ഇതിനകത്തൊരു ചട്ടു കിട്ടുന്ന ഇളക്കും ഹലുവ. എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട്, ഇതൊക്കെ ഓരോ തരം പ്രാന്താണ്. ഒരു ടെമ്പോ നിലനിർത്താൻ. വാസ്തവത്തിൽ സുനിലാലോചിച്ച് നോക്ക്, ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന വർഷത്തിലെ വരവ് ചെലവ് കണക്ക്, പ്രതീക്ഷിക്കുന്ന വരവ്, പ്രതീക്ഷിക്കുന്ന ചെലവ്, ഇതിൻ്റെ കണക്ക് ഇതിങ്ങനെ ചെയ്തോട്ടെ എന്ന് പാർലമെൻറ്റിനോട് തദ്വാര ജനങ്ങളോട് ചോദിച്ച് പാസ്സാക്കുന്ന ഏർപ്പാടാണ് ബജറ്റ്. അത് ബോറൻ ഒരു ഏർപ്പാടായിരിക്കണം. കാരണം കണക്ക് ബോറനാണ്. കണക്കിങ്ങനെ നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മളും കൂടെ മെമ്പറായ സഹകരണ സംഘത്തിൻ്റെ ക്ലബിൻ്റെയൊക്കെ കണക്ക് അവതരിപ്പിക്കാൻ നേരത്ത് ഞാനടക്കം പറയാറുണ്ട്, കണക്കൊക്കെ നീയല്ലേ ചെയ്തത് ജോണി, അത് ഞാൻ തന്നെ ചെയ്തത്, അത് പാസ്സാക്കി, എല്ലാവരും കൈയടി. ബോറിംഗ് ആണ് ബജറ്റ്. ബോറിംഗ് ആയിരിക്കണം. ഏറ്റവും നല്ല ബജറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ബോറടിക്കുന്ന ബജറ്റാണ്. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ് അതിൽ, വരവ് ചെലവ്, അത് മനസ്സിലാവത്തുമില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിന് ബജറ്റ് എസ്റ്റിമേറ്റ് എന്നാണ് ഇതിന് പേര്. ബജറ്റ് എന്ന് പറഞ്ഞ് നിർത്തുന്നത് ശരിയല്ല. ബജറ്റ് എസ്റ്റിമേറ്റ്. ഇത് കഴിഞ്ഞിട്ട് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വരും. ഇതിൽ പലരുടെ അഭിപ്രായം, പല ഡിപ്പാർട്ട്മെൻറ്റ്, സംസ്ഥാനങ്ങൾ എനിക്ക് പോരാ, അത് പോരാ, ഇത് ഒന്ന് റീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് RE വരും. ഇത് കഴിഞ്ഞിട്ട് സപ്ലിമെൻ്ററി ബജറ്റ് എന്ന് പറഞ്ഞ് വരും. കാരണം ഇതിൽ അഡീഷണലായിട്ട് കുറേ കൂടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യും. തോമസ് ഐസക്ക് ഒരിക്കൽ കേരളത്തിൽ ബഹളം വെച്ചിരിക്കുന്നു. സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല, ഞാൻ ഇതേ ബജറ്റിൽ തന്നു, ഇനി സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ഞാൻ തരില്ല എന്നൊക്കെ പറഞ്ഞു. സമ്മതിച്ചില്ല ബാക്കിയുള്ളവർ. തോമസ് ഐസക്ക് മാത്രമല്ല, ധനമന്ത്രി മാത്രം വിചാരിച്ച കാര്യം നടക്കും. അങ്ങനെ ബജറ്റ് എസ്റ്റിമേറ്റ്, റിവൈസ് എസ്റ്റിമേറ്റ്, സപ്ലിമെൻ്ററി ബജറ്റ്, ഇങ്ങനത്തെ ഒരുപാട് ചടങ്ങുകളുണ്ട്. പിന്നെ അതിൻ്റെ മണി ബില്ല് പാസ്സാക്കുക, ധനവിനിയോഗ ബില്ല്. ധനവിനിയോഗ ബില്ലിൻ്റെ ചർച്ചയിൽ വരുമ്പോൾ കാണിച്ചു തരാടാന്നൊക്കെ പറയും ആൾക്കാർ. കാര്യം ഇവൻ ധനവിനിയോഗമല്ല ചർച്ച ചെയ്യാൻ പോകുന്നത്, മറ്റവൻ്റെ പെണ്ണ് കേസാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നു. ഇതിപ്പോൾ രാഹുൽ ഗാന്ധി ബജറ്റിനെ പറ്റി വല്ലതും ഒന്നും പറഞ്ഞില്ല. ബജറ്റ് ചക്രവ്യൂഹമാണ്, അതിൽ ഞാൻ പെട്ടിരിക്കുകയാണ്. ഇത് ഈ മനുഷ്യനെ നേരെ ചൊവ്വേ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദിക്ക് സാധിച്ചില്ല. അതിൻ്റെയാണ് ഈ ഹുങ്കും അഹങ്കാരവും. നാഷണൽ ഹെറാൾഡ് കേസ് ഇപ്പം ഇങ്ങനെ ചക്രവ്യൂഹം എന്ന് പറയുന്നില്ല. ഇങ്ങേരുടെ ചുറ്റും ഇങ്ങേര് തന്നെ ഉണ്ടാക്കിയ കേസുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ
ആരാണ് ചക്രവ്യൂഹത്തിൽപ്പെടുത്തിയതെന്ന് മനസ്സിലാകും. നാഷണൽ ഹെറാൾഡ് കേസ് ഭരണകക്ഷിക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം ആ കേസ് ഇനിഷ്യേറ്റ് ചെയ്തത് സുബ്രഹ്മണ്യൻ സ്വാമിയാണ്. സ്വാമിയുടെ പേര് പറയേണ്ടത് നിങ്ങൾ കേസ് പറ. പിന്നെ നിങ്ങൾ തന്നെ ED കേസ് ഓർമ്മയുണ്ടല്ലോ, സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വിളിച്ച് ചോദ്യം ചെയ്തു. ആ ED കേസ് നിങ്ങൾക്ക് പറയാം. പക്ഷേ അത് പറയുമ്പോഴും ഉള്ളിലൊരു കുത്തൽ. കാരണം ആ ED കേസിൻ്റെ പ്രെഡിക്കേറ്റ് ഒഫൻസിന് കാരണം സ്വാമി EDക്ക് കൊടുത്തൊരു കംപ്ലൈൻ്റാണ്. ശരി, സ്വാമിയുടെ പേര് പറയണം, നിങ്ങൾ EDയുടെ പേര് പറയില്ല. 2G കേസ് പറയാം. നമ്മുടെ രാജാ കനിമൊഴിയൊക്കെ കോൺഗ്രസിൻ്റെ കൂടെ നിന്നാണല്ലോ അത് ചെയ്തത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത്. ഇത് പറയാം. പക്ഷേ ഇതും പറയാൻ പറ്റുന്നില്ല. കാരണം 2G കേസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇനിഷ്യേറ്റ് ചെയ്തത് സുബ്രഹ്മണ്യൻ സ്വാമിയാണ്. ശരി, സ്വാമിയുടെ പേര് പറയണ്ട, സ്വാമി വെറുക്കപ്പെട്ടവരെ നിങ്ങൾ പേര് പറയണ്ടെന്ന്, നിങ്ങൾ ഈ കേസ് പറ. പോട്ടെ, ഇങ്ങേരുടെ പൗരത്വ പ്രശ്നമുണ്ട് ഇപ്പോഴും ലോക്സഭാ എത്തിക് കമ്മിറ്റിയിൽ കിടക്കുന്നത്. അത് പറയാമല്ലോ. അത് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് ലോക്സഭയിൽ ഉന്നയിച്ചത് സുബ്രഹ്മണ്യൻ സ്വാമിയാണ്. ശരി, ഞാൻ വീണ്ടും പറയുന്നത് സ്വാമിയുടെ പേര് വിടുന്നു, നിങ്ങൾ കേസ് പറ. ഇങ്ങനെയാണ് രാജീവ് ഗാന്ധിയെ കൊടുക്കേണ്ടത്. വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് നരേന്ദ്രമോദിയോ അമിത്ഷായോ ഉത്തരം പറയേണ്ടതാണ്. ഇത്രയും കാലമായിട്ട് 2015 മുതൽ ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. നിരന്തരം മീഡിയയിൽ ഇത് കിടപ്പുണ്ട്. എന്നിട്ട് എന്താ ഒരു നടപടി എടുക്കാത്തത്? എന്നിട്ട് ഇയാളെ കയറൂരി വിട്ടിരിക്കുകയാണ്. അയാൾ എന്നിട്ട് തോന്നിയാസം മുഴുവൻ കാണിക്കുന്ന ഹിന്ദു ദൈവങ്ങളെ മുഴുവൻ അപമാനിക്കുക. അഭയമുദ്ര എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കൈപ്പത്തിയാണെന്ന് പറയുക. എന്താ ഇയാളുടെ വിചാരം? ഇപ്പം അയാൾ താമരയെ അപമാനിച്ചു ഇന്നലെ. അപ്പോഴും ഇവരനങ്ങാതിരിക്കും, കുറേ ബഹളം വയ്ക്കും. ബഹളം വെച്ചിട്ട് എന്താ കാര്യം? ടു ദ പോയിൻ്റ് സംസാരിക്കണ്ടേ? അല്ല, മോദിക്ക് രാഹുലിനെ പേടിയാണോ? എനിക്കറിയില്ല, ഞാൻ പേടിയാണെന്നൊന്നും പറയില്ല. പിന്നെന്താ? എനിക്കറിയില്ല. ഐ ജസ്റ്റ് ഡോണ്ട് നോ. നമ്മൾ എന്തെങ്കിലും ഐ വുഡ് ലവ് ടു സീ. എനിക്ക് ഒരു BJP നേതാവിനെ, സുനിൽ, ഈ ABC മലയാളത്തിൽ കേരളത്തിലെ ഒരു BJP നേതാവിനെ വിളിച്ചുകൊണ്ട് വരിക, അദ്ദേഹത്തോട് നാഷണൽ ഹെറാൾഡ് കേസിനെ പറ്റി സംസാരിക്കാമെന്ന് ചോദിക്കുക. ചെയ്യില്ല. എൻ്റെ ഓപ്പൺ ചലഞ്ചാണ് സുനിലിനും കേരളത്തിലെ BJPക്കും. ഡിസ്കസ് ചെയ്യാമോ നിങ്ങൾക്ക് നാഷണൽ ഹെറാൾഡ് കേസ്? ശ്രമിച്ചു നോക്ക്. ഇത് പറഞ്ഞ് വിളിച്ചു നോക്കാം. നാഷണൽ കേസ് ചർച്ച ചെയ്യുന്നില്ല, നാഷണൽ ഹെറാൾഡ് എന്നുള്ള വാക്കുച്ചരിക്കില്ല. പേടിയാണ്, ക്ലിയർ പേടിയാണ്. രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെ പറ്റി സംസാരിക്കില്ല, പേടിയാണ്. എന്നാൽ രാഹുലിനെ മോദിക്ക് പേടിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയുകയുമില്ല. വാട്ട് എ നോൺസെൻസ്. 2G കേസ് അപ്പീൽ പോകാൻ എത്ര കാലമെടുത്തു CBI? എന്തൊരു കഷ്ടം. ഇത് എവിടെ ചെന്നെത്തിക്കും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പറയുമ്പോൾ മുഴുവൻ അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. വലിയ ആഘോഷം നടന്നതാണല്ല. കേന്ദ്ര സർക്കാരിൽ ജീവനക്കാർക്ക് RSSൽ പ്രവർത്തിക്കാനുള്ള വിലക്കെടുത്ത് കളഞ്ഞു. RSSുമായിട്ട് ഒത്തുതീർപ്പായി. ഒരു ചുക്കുമില്ല. മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കാൻ നിർവാഹമില്ല. കോടതി കൊങ്ങയ്ക്ക് പിടിച്ചപ്പോൾ ഇത് പിൻവലിച്ചതാണ്. മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ജൂലൈ 25-ാം തീയതി ജഡ്ജ്മെൻ്റ് ഇറങ്ങി. ആ ജഡ്ജ്മെൻ്റ് ഇറങ്ങിയത് 9-ാം തീയതി ഈ നിരോധനം പിൻവലിച്ചപ്പോഴാണ്. മധ്യപ്രദേശ് ഹൈക്കോടതി ഇത്രയും ചോദിച്ചു. 23 മുതലുള്ള കേസാണത്. 2023 കേസാണ്. കൗണ്ടർ ഫയൽ ചെയ്യുന്നില്ല കേന്ദ്ര സർക്കാർ. അവസാനം കോടതി പറഞ്ഞു, ഹോം സെക്രട്ടറിയെ ഞങ്ങൾ വിളിച്ചു വരുത്തും. ഇവിടെ മധ്യപ്രദേശിലെ ഇൻഡോർ ബെഞ്ചിലാണ്. ഹോം സെക്രട്ടറിയെ ഞങ്ങൾ വിളിച്ചു വരുത്തും. നിങ്ങൾ എന്താ വിചാരിച്ചാൽ ഞങ്ങൾക്ക് പവറില്ലെന്നോ? ഒരു കാര്യത്തിന് കൗണ്ടർ ഫയൽ ചെയ്യുന്നില്ല. 2023 സെപ്റ്റംബർ മുതൽ ഈ ഹർജി ഞങ്ങളുടെ മുമ്പിലിരിക്കുന്നു. കേന്ദ്ര സർക്കാർ കൗണ്ടർ ഫയൽ ചെയ്യുന്നില്ല. നിങ്ങളൊന്നുകിൽ ഈ നിരോധനം ശരിവയ്ക്കുക, അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയും. എന്തെങ്കിലും പറയണ്ടേ ഒരു കേസിൽ? അവസാനം ഹോം സെക്രട്ടറി ഹാജരാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഓൺലൈനിൽ ഹാജരായി. എന്നിട്ട് പറഞ്ഞു ഞങ്ങളത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോടതി പറഞ്ഞു റിവ്യൂ ചെയ്തിട്ട് റിസൾട്ട് ഞങ്ങളെ അറിയിക്കുന്നു. ഒടുവിൽ 9th ജൂലൈ ഇത് പിൻവലിച്ചുകൊണ്ട് കോടതിയിൽ അറിയിപ്പ് കൊടുത്തു. നമ്മളാരും അറിഞ്ഞില്ല. 3 ആഴ്ച കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് 25th
ഈ ജഡ്ജ്മെൻറ്റ് വന്നു. അതിൽ അവരെന്ത് ചെയ്തു, ഇത് പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, ഞങ്ങൾക്കറിയേണ്ടത് ഇതാണ്, ഈ നിരോധനം കൊണ്ടുവന്നപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏതെങ്കിലും ഒരു പഠനത്തിൻ്റെയോ റിപ്പോർട്ടിൻ്റെയോ ഫീഡ്ബാക്കിൻ്റെയോ അടിസ്ഥാനത്തിലാണോ? ഇനി ആണെങ്കിൽ ഇപ്പോൾ ആ സ്ഥിതി മാറിയോ? ഇപ്പോൾ ഏത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പിൻവലിച്ചിരിക്കുന്നത്? ഈ രണ്ടിനും ഉത്തരമില്ല. രണ്ടിനും ഉത്തരമില്ല. ഒന്നുകിൽ പറയണ്ടേ അന്ന് കേന്ദ്ര സർക്കാർ ചെയ്തത് ഒരു പഠനവും ഇല്ലാതെയാണ്, അതുകൊണ്ട് ഒരു പഠനവും ഇല്ലാതെ ഞങ്ങളത് മാറ്റി. ഇതും പറയാൻ പറ്റില്ല. കാരണം കോടതി പറയുന്നത് യു കനോട്ട് ഡൂ ദിസ് അറ്റ് യുവർ വിംസ് ആൻഡ് ഫാൻസീസ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ദ ഡേ. ഒരു ഗവൺമെൻറ് മാറി കഴിയുമ്പോൾ ഒരു സംഘടനയും നിരോധിച്ചു, വേറൊരു സംഘടന, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതൊന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ല. അതുകൊണ്ട് നിങ്ങൾ കാരണം പറയണം. കാരണമില്ല. കാരണം കോടതി നിരത്തി. എന്തുകൊണ്ട് നിങ്ങളുടെ നിരോധനം നിലനിൽക്കുന്നില്ല? നിങ്ങൾ 50-ലധികം വർഷമായി, 1966, 70, 80 3 സർക്കുലറാണ്. അവർ പറഞ്ഞു അരനൂറ്റാണ്ടിൽ കൂടുതലായിട്ട് ഈ സംഘടനയെ നിങ്ങൾ ഇങ്ങനെ ഹരാസ് ചെയ്തതിന് ഒരു കാരണവുമില്ല, അല്ലേ? ഒരു കാരണവുമില്ല, ഒരു സ്റ്റഡിയില്ല, ഒരു റിപ്പോർട്ടില്ല, ഒരു റിവ്യൂ ഇല്ല. നിങ്ങളൊരു സംഘടനയെ നിരോധിക്കുമ്പോൾ ശരി, ഒരു 5 കൊല്ലം കഴിഞ്ഞ് ഒന്ന് റിവ്യൂ ചെയ്യണ്ടേ, എന്തായി, അവരിപ്പോഴും അങ്ങനെ തന്നെയാണോ, ഇപ്പോഴും ഈ നിരോധനത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇത് നോക്കണ്ടേ? ഇതൊക്കെ ഫണ്ടമെൻ്റൽ റൈറ്റിൽ കേടുള്ള കളിയല്ലേ ഇത്? യു ഹാവ് ടു റിവ്യൂ വെൻ യു ആർ റെഗുലേറ്റിംഗ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഒരു ഉത്സവത്തിൻ്റെ പേരിൽ പോലീസ് വടം കെട്ടി, ആ വടം അനന്തകാലം നിലനിൽക്കുന്നതാണ്. അതിൽ ട്രാഫിക് നിരോധിക്കാനായിട്ട് പിന്നെ ആ വടം മാറ്റുന്നില്ല പോലീസ്. ഇതെന്ത് പരിപാടി? പണ്ടെന്തോ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇത് ഉണ്ടായതോ ഇല്ലാത്ത ഒരു കാരണവും പറയുന്നില്ല. ഒരു കാരണവുമില്ലാതെ ഇറക്കിയ നിരോധിച്ചു, ഒരു കാരണവുമില്ലാതെ അത് പിൻവലിച്ചു. ഈ പരിഭ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ധൃതി പിടിച്ചാണ് ആ RSSൻ്റെ നിരോധനം എന്നുള്ളത്. അതും സമർത്ഥമായിട്ടാണ് കേട്ടോ. പഴയ സർക്കുലറിലെ പെർവ്യൂവിൽ നിന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ മാറ്റിയിരിക്കുന്നു. പഴയ സർക്കുലർ അല്ല മാറ്റിയിരിക്കുന്നത്, അത് ക്യാൻസൽ ചെയ്തിട്ടില്ല. ആ സർക്കുലർ ഇപ്പോഴും നിലനിൽക്കുന്നു. അതിൽ നിന്ന് RSSനെ നീക്കിയിരിക്കുന്നു. RSSകാരനാണ് ഈ കേസുമായിട്ട് പോയിരിക്കുന്നത്. അതോടെ അങ്ങേർക്ക് പിന്നെ പ്രശ്നമില്ല, അങ്ങേർക്ക് പ്രവർത്തിക്കാം. അപ്പോഴത്തേക്ക് ആ പാവം റിട്ടയറായി കേട്ടോ. പുരുഷോത്തം ഗുപ്ത എന്ന് പറഞ്ഞൊരു മധ്യപ്രദേശുകാരനാണ് ഈ കേസ്. അല്ലാതെ മോദി RSSനെ സുഖിപ്പിക്കാനോ RSSും മോദിയും തമ്മിൽ ഉണ്ട് എന്ന് പലരും വിശ്വസിക്കുന്ന റിഫ്റ്റ് ഇല്ലാതെയാക്കാനോ ഒന്നും ചെയ്തതല്ലാതെ മധ്യപ്രദേശ് ഹൈക്കോടതി കൊങ്ങയ്ക്ക് പിടിച്ചപ്പോൾ കൊടുത്ത സത്യവാങ്മൂലമാണ്. ഭയങ്കര ഷോക്കിംഗ് വെളിപ്പെടുത്തലാണ്. എല്ലാവരും സെർട്ടൺ തിങ്സ് ഇറ്റ് ഈസ് നോൺ ടു എവരിബഡി. ഞാൻ പുറത്ത് പറയുന്ന രഹസ്യമൊന്നുമല്ല. ഹൈക്കോടതി വിധി എന്ന് പറഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമല്ലേ. ഞാൻ രഹസ്യം വെളിപ്പെടുത്തിയതൊന്നുമല്ല. കോടതി വിധിയൊക്കെ നോക്കുന്ന എത്ര പേരുണ്ട്? അത് മധ്യപ്രദേശിൽ, കേരളം, നമ്മുടെ അവിടെയൊക്കെ ആരറിയാനാ? അല്ല, അറിയുന്നത് ഈ കോടതി വിധി റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ കാര്യമെന്നൊക്കെ അങ്ങനെയൊന്നുമല്ല. താല്പര്യം മാധ്യമങ്ങൾക്ക് എന്താ, BJP RSS തമ്മിൽ വഴക്കുണ്ടായി, BJPയുടെ സീറ്റ് കുറഞ്ഞില്ല, അപ്പോൾ സ്വാഭാവികമായിട്ട് വഴക്കുണ്ടാകണമല്ലോ. വഴക്കുണ്ടാക്കി ഇവർ RSS പാലം വലിച്ചതാണ്. അപ്പോൾ RSSനെ ഒന്ന് സൂചിപ്പിക്കാനായിട്ട് ചേട്ടാ ഞാൻ ഇത് ചെയ്യാം, അങ്ങനെ വഴിക്കുവാ. ഈ ഒരു ഇക്വേഷൻ ഈ മാധ്യമങ്ങളിലേക്ക് കുശുമ്പ് വർത്തനത്തിന് ഇതിന് പറ്റിയൊരു സാധനമാണിത്. അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ പിന്നാലെ പോയി. ഞാനതിൻ്റെ പിന്നാലെ പോകാറില്ല. ഞാൻ ആദ്യം സുനിൽ ചോദിച്ചപ്പോൾ ഞാനും പറഞ്ഞു മിക്കവാറും ഇതിങ്ങനെ RSSൽ ഇടയ്ക്ക് ഇങ്ങനെ ബൈഠക്കിൽ പൊട്ടിത്തെറിയൊക്കെ നടക്കാറുണ്ട്. ഓർമ്മയില്ല ഞാനത് പറഞ്ഞത്. ആരെങ്കിലും പറഞ്ഞു ഈ ഒരു സർക്കുലർ പോലും നിങ്ങൾ പിൻവലിച്ചിട്ടില്ല, പിന്നെ എന്താണെന്ന് അങ്ങനെ പറഞ്ഞൊക്കെ ചെയ്തതായിരിക്കാമെന്ന് ഞാനും ഊഹിച്ചു. അത് കഴിഞ്ഞ് 25-ാം തീയതി ഈ ജഡ്ജ്മെൻറ്റ് വന്നപ്പോഴാണ് സംഗതി പിടി കിട്ടിയത്. ഞാൻ ജഡ്ജ്മെൻറ്റ് മാത്രമല്ല, അതിനു മുമ്പ് ഇത് എത്ര തവണ പോസ്റ്റ് ചെയ്തു എന്നൊക്കെ നോക്കി. അതിൻ്റെ കൂടെ ഈ റെക്കോർഡ്സ് വരുമല്ലോ, അതിൻ്റെ പുറകിലുള്ള റെക്കോർഡ്സ് നോക്കി പലതവണ ഇവർ വാണിംഗ് കൊടുക്കുന്നു കോടതി. കൗണ്ടർ ഫയൽ എന്ന് പറഞ്ഞിട്ട് 5 തവണ പോസ്റ്റ് ചെയ്തിട്ടും പിന്നെയും ഇവർ ഡേറ്റ് ചോദിക്കുന്നു. ഇനി ഡേറ്റ് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശരി ഇനി ഇപ്പം ഞങ്ങൾക്ക് നീട്ടണ്ട, ഇപ്പോൾ ഈ തരുന്ന 2 ആഴ്ച മതി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് 4 ആഴ്ച ചോദിക്കുന്നു. പൊട്ടിത്തെറിക്കുന്നു കോടതി. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയാണ്. ഇനിയിപ്പോൾ നാളെ മോദി പോയിട്ട് രാഹുൽ ഗാന്ധി വന്നെന്ന് വെച്ചോ, വിഷമിക്കും ഈ സർക്കുലർ രണ്ടാമത് ഇറക്കാൻ. കാരണം ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷനിലായിരുന്നെന്നും ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ വിംസ് ആൻഡ് ഫാൻസി അനുസരിച്ച് ചെയ്യാൻ പാടില്ലെന്നും ചെയ്യണമെങ്കിൽ അതിന് ന്യായമായ കാരണം വേണമെന്നും
എഴുതി കോടതി സീൽ ചെയ്തു. ആ കഥ അങ്ങനെയാണ് പക്ഷേ എൻ്റെ ഒരു സംശയം, ഇത് ഈ നിങ്ങൾക്ക് യു ഹാവ് സഫീഷ്യൻറ്റ് പോയിൻറ്റ്സ് ടു കൗണ്ടർ രാഹുൽ ഗാന്ധി. നിങ്ങൾക്ക് ഇഷ്ടം പോലെ പോയിൻ്റ് ഉണ്ട്, പക്ഷേ അത് ഉപയോഗിക്കാൻ നിങ്ങളുടെ തന്നെ അകത്തെ കൊളുത്തുകളുണ്ടല്ലോ, അത് സമ്മതിക്കുന്നില്ല. അതിങ്ങനെ കൊളുത്തിപ്പിടിച്ചിരിക്കുക, പുറകോട്ട് വലിച്ചിരിക്കുക. ഞാൻ ഈ പറഞ്ഞ കൊളുത്ത് നാഷണൽ ഹാളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നാഷണൽ ഹാളിൽ ചർച്ച ചെയ്യുമ്പോൾ സുബ്രഹ്മണ്യൻ സ്വാമി പൊങ്ങി, ഒരു വ്യക്തിയെക്കാളും വലുതല്ല പൗരത്വം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അരുൺ ഷൂറി പൊങ്ങി വരും. ബി ജെ പിയുടെ ലിസ്റ്റ് ഓഫ് എനിമീസ് കണ്ടിട്ടുണ്ടോ? അതിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് അരുൺ ഷൂറിയാണ്. എ മാൻ ഹു ഹാസ് സെറ്റ് എ പ്രോ ഹിന്ദു അജണ്ട സിംഗിൾ ഹാൻഡഡ്ലി ഫ്രം 80s ഓൺവേർഡ്സ്. അതാണ് അരുൺ ഷൂറി. അരുൺ ഷൂറി ബി ജെ പിയുടെ എനിമീസിൽ നമ്പർ 1 ആണ്. രാഹുലല്ല, രാഹുലൊന്നുമല്ല, അരുൺ ഷൂറിയാണ്. അല്ല, ഇങ്ങനെ ഈ പറഞ്ഞ സുബ്രഹ്മണ്യൻ സ്വാമിക്ക് 10ാം സ്ഥാനമോ 12ാം സ്ഥാനമേ ഉള്ളൂ ശത്രുക്കളുടെ ലിസ്റ്റിൽ. ഡോണ്ട് തിങ്ക് ദാറ്റ് ഹി ഈസ് എ ബിഗ് എനിമി ഓഫ് മോദി. മോദിക്ക് സ്വാമി ഒരു 12ഓ 15 സ്ഥാനമേ ഉണ്ടാവുള്ളൂ. അരുൺ ഷൂറിയാണ് നമ്പർ 1. നമ്പർ 2 ഗോവിന്ദാചാര്യാണ്. നമ്പർ 3 സഞ്ജയ് ജോഷിയാണ്. ടേക്ക് ഇറ്റ് ഫ്രം മീ. എനിവേ ഞാനിത് തുറന്നു പറയുന്നു, പിന്നെ പേര് പറഞ്ഞാൽ എന്താ. ദീസ് ആർ ഓൾ ദ പ്രോബ്ലംസ് വിച്ച് ആർ ബീയിങ് ഫേസ്ഡ് ബൈ മോദി അഡ്മിനിസ്ട്രേഷൻ. അല്ല, അത് രാഹുലൊന്നുമല്ല. രാഹുലിനൊക്കെ വെറുതെ 5 മിനിറ്റ് കൊണ്ട് പൊടിയാക്കി കളയാനുള്ള പോയിൻറ്റ്സ് ഇവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗുണഭോക്താവിനെ കാണുമ്പോൾ ഇവർക്ക് മിണ്ടാൻ പറ്റുന്നില്ല. അല്ല, അങ്ങനെ പോയാൽ മോദി ഈ രാജ്യത്തെയും പാർട്ടിയെയും എങ്ങോട്ട് കൊണ്ടുപോകും? എനിക്കറിയില്ല. എങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങോട്ട് കൊണ്ടുപോകും. ഞാൻ കുറേ ഇൻഫർമേഷൻസ് കൂടെ എലോങ് വിത്ത് ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേറൊരു ദിവസം ആകാം. തൽക്കാലം ഇത്രയും മതി. ഉറപ്പായിട്ടിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.